ഹായ് വ്യൂവേഴ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? കുറച്ച് നാളായിട്ട് വീഡിയോസൊന്നും ഇടാൻ പറ്റിയില്ല. വീട്ടിൽ കുറച്ച് മാറ്റങ്ങൾ ഉണ്ടായിരുന്നു. അത് കാരണം കുറച്ച് തടസ്സങ്ങൾ കാരണം കിച്ചണിൽ കയറി വീഡിയോ എടുക്കാൻ പറ്റിയൊരു സിറ്റുവേഷൻ ആയിരുന്നില്ല. അത് വേഗം മാറുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് സൺഡേ ആയിട്ട് എന്തായാലും ഒരു ചെറിയ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. കുറച്ച് പേരൊക്കെ എന്നെ അന്വേഷിച്ചിരുന്നു, അതിന് ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ പറ്റണത്രയും വേഗം തിരിച്ച് ഈ വീഡിയോ പോസ്റ്റിംഗ് ഒക്കെ ഒന്ന് റെഗുലർ ആക്കണമെന്നുണ്ട്. നോക്കാം. അപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്നത് ബീട്രൂട്ട് പച്ചടി. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു ഐറ്റമാണ് ബീട്രൂട്ട് പച്ചടി. നന്നായിട്ട് ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റുള്ളൊരു ഐറ്റമാണ്. ശരിക്കും വളരെ സിമ്പിളാണെങ്കിലും അതിൻ്റെ ആ കൂട്ടുകളും ആ തൈര് യൂസ് ചെയ്യുന്ന തൈരൊക്കെ നല്ല കറക്റ്റ് പാകത്തിന് കട്ടിയും പുളിപ്പും ഉള്ളതായിരിക്കണം. അപ്പോഴാണ് ആ നല്ല ടേസ്റ്റ് വരുന്നത്. അപ്പോൾ ഇന്ന് ഒരു സിമ്പിൾ റെസിപ്പി ബീട്രൂട്ട് പച്ചടി നോക്കാം. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന മെത്തേഡ് എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ 2 മീഡിയം അല്ലെങ്കിൽ ചെറിയ സൈസ് ബീട്രൂട്ടാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഓർഗാനിക് ബീട്രൂട്ടാണ്, അതുകൊണ്ട് സൈസ് കുറച്ച് ചെറുതാണ്. 2 എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എങ്ങനെ ഉണ്ടാക്കുന്നത് വെച്ചാൽ, ഞാൻ ആദ്യം ഓവനിലൊന്ന് ഈ ബീട്രൂട്ട് റോസ്റ്റ് ചെയ്യും. ഇത് ഓപ്ഷനിലാണ്, പക്ഷെ നല്ലൊരു ടെക്നിക്കാണ്. നല്ല ഫ്ലേവറും ടെക്സ്ചറൊക്കെ കിട്ടാറുണ്ട്. അപ്പോൾ ഈ ബീട്രൂട്ട് 2 എണ്ണ തടവി ഇതുപോലെ ഫോയിൽ പേപ്പറിൽ റാപ്പ് ചെയ്ത് എന്നിട്ട് ഓവനിൽ 1.5 മണിക്കൂർ ബേക്ക് ചെയ്തെടുക്കും. ബേക്ക് ചെയ്യുമ്പോൾ നല്ല ടെൻഡറായിട്ട് വരും ബീട്രൂട്ട്. അതിന് ശേഷം ഒന്ന് ചൂടാറിയതിന് ശേഷം പീൽ ചെയ്ത് തിക്ക് സ്ലൈസസ് ആയിട്ട് സ്ലൈസ് ചെയ്തതിന് ശേഷം ഇതുപോലെ ചെറിയ ഡൈസ് ആക്കിയിട്ട് അരിഞ്ഞെടുക്കാം. ഇതിപ്പോൾ ബേക്കിംഗ് ടോട്ടലി ഓപ്ഷണലാണ്. ഓവനില്ലാത്തവർ ബേക്ക് ചെയ്യണമെന്നില്ല. എന്നാലും ഓവൻ ഉണ്ടെങ്കിൽ ഈ പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. നല്ലൊരു ടേസ്റ്റും നല്ലൊരു ടെക്സ്ചറാണ് അങ്ങനെ ഉണ്ടാക്കുമ്പോൾ കിട്ടുന്നത്. ഇനി നമുക്ക് വേഗം ഉണ്ടാക്കാം. അതിനു വേണ്ടി ഒരു സവാള കൊത്തിയരിഞ്ഞിട്ടുണ്ട്. ഉള്ളി വേണമെങ്കിൽ ഉള്ളി ഉപയോഗിക്കാം. ഞാൻ സവാളയാണ് യൂസ് ചെയ്യാറ്. ഒരു സവാള ഇതുപോലെ ഡൈസ് ചെയ്ത് 2 ടേബിൾ സ്പൂൺ എണ്ണ ചൂടാക്കി കടുകിട്ട് പൊട്ടിക്കണം കേട്ടോ. അത് മറന്നുപോയി, അതുകൊണ്ട് ഇപ്പോൾ ചേർക്കുകയാണ്. കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് സവാള ഇട്ടൊന്ന് വഴറ്റി കൊടുക്കാം. കുറച്ച് കറിവേപ്പില, 2 പച്ചമുളക്, ചെറിയ എരിവുള്ള പച്ചമുളക് മുഴുവനോടുകൂടി. അധികം ഐറ്റംസ് ഒന്നുമില്ല, വളരെ സിമ്പിളാണ്. നന്നായി വഴറ്റിയതിന് ശേഷം നമ്മുടെ ബീട്രൂട്ട് ഇട്ടിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യണം, സീസൺ ചെയ്യണം, ഉപ്പ് പാകത്തിന് ഇടണം. ഇപ്പോൾ പച്ചയ്ക്ക് ബീട്രൂട്ട് അരിഞ്ഞതാണ് ഇപ്പോൾ ഇടണമെങ്കിൽ നന്നായിട്ടൊന്ന് അത് സോഫ്റ്റായി ടെൻഡറായി വന്നതിന് ശേഷം ഉപ്പ് പാകത്തിന് ഇട്ട് കൊടുക്കാം. ഓവനിലിട്ട് ബേക്ക് ചെയ്തതായതുകൊണ്ട് അത് നല്ല ടെൻഡറാണ് ഓൾറെഡി. അപ്പോൾ കുറച്ച് ഉപ്പിട്ട് ഒന്ന് നന്നായി ആ സവാളയൊക്കെ മിക്സായി കിട്ടിയാൽ മതി. ഫ്ലേവേഴ്സൊക്കെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കിട്ടിയാൽ മതി. ഉപ്പ് പാകത്തിന് ഇട്ടതിന് ശേഷം അടുപ്പത്തു നിന്ന് ഇറക്കാം. ഇനി നമുക്കത് ചൂടാറാൻ മാറ്റി വയ്ക്കാം. ഇനി തൈര്, മില്ലി തൈര്. നല്ല കട്ടി തൈരാണ് കേട്ടോ. നല്ല കട്ടി, നല്ല പുളിപ്പും നല്ല ടേസ്റ്റുള്ള തൈര്. തൈര് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, ശ്രദ്ധിക്കേണ്ട കാര്യം. നമ്മുടെ നാച്ചുറൽ സെറ്റ് യോഗർട്ട് തന്നെ, പക്ഷെ കുറച്ചും കൂടി കട്ടിയും പുളിപ്പുള്ള തൈരാണ് ഏറ്റവും ബെസ്റ്റ്. ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. എന്നിട്ട് നമ്മൾ ആ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ബീട്രൂട്ടിന് ആവശ്യമുള്ള അത്ര തൈരാണ്. അപ്പോൾ ഇത് ഇത്തിരി കൂടുതലുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ 2 സ്പൂൺ വേണമെങ്കിൽ മാറ്റി വയ്ക്കാം. ആവശ്യമുണ്ടെങ്കിൽ പിന്നെയും ചേർക്കാം. ചിലർക്ക് ഈ പച്ചടി കുറച്ചും കൂടി ലൂസായിട്ടിരിക്കുന്നതാണ് ഇഷ്ടം. ഇനി ബീട്രൂട്ട് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബീട്രൂട്ട് പച്ചടി റെഡിയാണ്. കുറച്ച് നേരം ഒന്ന് മൂടി വെച്ചതിന് ശേഷം വിളമ്പാം. അപ്പോൾ ടേസ്റ്റ് ഒന്നും കൂടി കൂടും. അപ്പോൾ നേരത്തെ ഞാൻ മാറ്റി വെച്ചിരുന്ന തൈരും കൂടി ഇതിലേക്ക് ചേർക്കാമെന്ന് തോന്നുന്നു. അതും കൂടി ആഡ് ചെയ്യാം.
ഞാൻ പറഞ്ഞ പോലെ ഓവൻ ഉണ്ടെങ്കിൽ നിങ്ങളൊരു പ്രാവശ്യം ബീറ്റ്റൂട്ട് ഇതുപോലെ ഒന്ന് കുക്ക് ചെയ്ത് നോക്കിട്ടോ. എന്നിട്ട് ചെയ്യണമെങ്കിൽ എന്നോട് പറയണേ. നല്ല റിസൾട്ട്സ് കിട്ടാറുണ്ട്, അതാണ് അതും കൂടി ഷെയർ ചെയ്തത്. ഓവനില്ലാത്തവർക്ക് മറ്റോണം തന്നെ കുക്ക് ചെയ്താൽ മതി. വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പി ആണെങ്കിലും ബീട്രൂട്ട് പച്ചടി നല്ല ടേസ്റ്റിയാണ്. ബീട്രൂട്ട് കഴിച്ചാൽ ബീട്രൂട്ട് പോലെ ആവുമെന്ന് കുഞ്ഞിലെ എപ്പോഴും ഉമ്മ പറയുമായിരുന്നു, അത് ഞാൻ ഓർക്കുന്നു. നല്ല ടേസ്റ്റാണ്, നല്ല കുട്ടികൾക്കൊക്കെ കൊടുക്കണം. ബീട്രൂട്ട് കഴിക്കണത് ഹെൽത്തിന് നല്ലതാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അടുത്ത പ്രാവശ്യം നല്ലൊരു റെസിപ്പി ആയിട്ട് വരാം. അതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ഫ്രം ഷാന.